ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, സ്വരം നിലച്ചപ്പോൾ യേശു മാത്രം കാണപ്പെട്ടു. ശിഷ്യന്മാർ മൗനം അവലംബിച്ചു. തങ്ങൾ കണ്ടതൊന്നും ആ ദിവസങ്ങളിൽ അവർ ആരോടും പറഞ്ഞില്ല. ലൂക്ക 9:36. ജീവിതഭാരങ്ങൾ വർദ്ധിക്കുമ്പോൾ ആരോടെങ്കിലും തുറന്നു പറഞ്ഞ് സമാധാനം നേടുവാൻ നാം ശ്രമിക്കാറുണ്ട്. പലപ്പോഴും പറഞ്ഞു കഴിയുമ്പോൾ സ്വന്തം രഹസ്യം പരസ്യമായല്ലോ എന്ന ഭാരം കൂടി ഉണ്ടാകുന്നു. നമ്മുടെ മനസ്സിൽ തടിച്ചുകൂടുന്ന പ്രയാസങ്ങൾ നാം അറിയാതെ തന്നെ പറഞ്ഞു പോകും. ചിലപ്പോൾ പരമരഹസ്യമായിരിക്കേണ്ട കാര്യങ്ങൾ പോലും സംഭാഷണത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് പറഞ്ഞു പോകും. അത് നമ്മെ കൂടുതൽ മനോഭാരമുള്ളവരാക്കും. അധമന്മാരോട് നമ്മുടെ പ്രയാസങ്ങളോ വീഴ്ചകളോ ബുദ്ധിമുട്ടുകളോ പറഞ്ഞറിയിച്ചാൽ അവർ അവയെ നമുക്കെതിരായി ഉപയോഗിക്കും. നമ്മെ വില താഴ്ത്തി ചിന്തിക്കുവാനും അവരുടെ നിയന്ത്രണത്തിൽ ആക്കുവാനും കരുക്കളായി പ്രയോഗിക്കും. ചുരുക്കം ചിലവർ മാത്രമേ മറ്റുള്ളവരുടെ ഭാരങ്ങൾ മനസ്സിലാക്കി ആവശ്യമായ സഹായ സഹകരണങ്ങൾ തരുവാൻ ഒരുങ്ങുകയുള്ളൂ. അങ്ങനെയുള്ള വ്യക്തികളെ കണ്ടെത്തുവാൻ പ്രയാസമാണ്. മറുരൂപ മലയിൽ നിന്ന് ഇറങ്ങി വന്ന കർത്താവ് ശിഷ്യന്മാരോട് അവർ കണ്ടതെല്ലാം ആരോടും പറയരുതെന്ന് നിർദ്ദേശിച്ചു. രഹസ്യം സൂക്ഷിക്കുവാൻ ശിഷ്യന്മാർ പ്രാപ്തരായി കാണും. പറയാതിരിക്കുവാനും കഴിവ് വേണം. ദൈവത്തെ നമ്മുടെ ജീവിതത്തിലെ സജീവ പങ്കാളിയായി കാണുവാൻ സാധിച്ചാൽ സകല ഭാരവും തുറന്നു പറഞ്ഞ് ആശ്വാസം പ്രാപിക്കാം. പ്രാർത്ഥനയിലൂടെ നാം ദൈവത്തോട് പറഞ്ഞ കാര്യങ്ങളിൽ ദൈവം ഇടപെടുന്നതായി അനുഭവത്തിലൂടെ കാണുവാൻ സാധിച്ചാൽ പിന്നീട് ആരോടും ഭാരങ്ങൾ പറയുവാൻ താല്പര്യം ഉണ്ടാകുകയില്ല. നമ്മുടെ പ്രശ്നങ്ങൾ ദൈവത്തോട് പറയുവാൻ സാധിച്ചാൽ പറയരുതാത്തവരോട് പറഞ്ഞ് അധികം പ്രശ്നങ്ങൾ വരുത്തുവാൻ ഇടയാകുകയില്ല. മൂഢൻ അരികത്തായിരിക്കുമ്പോൾ നാവിനെ കടിഞ്ഞാണെടുത്ത് സൂക്ഷിക്കണം. ദൈവത്തോട് സംസാരിക്കുന്നവർ മനുഷ്യരോട് അബദ്ധം പറയുകയില്ല. പ്രിയമുള്ളവരെ, അയ്യമ്മസമ്മയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. എന്താണ് സംസാരിക്കേണ്ടതെന്ന് അയ്യമ്മസമ്മ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അയ്യമ്മസമ്മയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ആമേൻ.